നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് ഫാസിസത്തെക്കുറിച്ച് അത്തരം വലിയ വലിയ വാക്കുകളൊക്കെ പറയും. അതൊക്കെ രാജ്യത്തും അല്ലെങ്കിൽ സമൂഹത്തിലും വേണം എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഡെമോക്രസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം ഫാസിസ്റ്റ് മെൻറ്റാലിറ്റികൾ മനുഷ്യബന്ധങ്ങളിൽ വരുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ബന്ധത്തിൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ജനാധിപത്യപരമായി പെരുമാറേണ്ടത് എന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. ഞങ്ങളതാണ് കണ്ടിട്ടുള്ളതെന്ന്. ഇപ്പം രണ്ട് പേര് നമ്മൾ തമ്മിൽ തന്നെ ഉള്ള സൗഹൃദം, ഇതിനകത്ത് എൻ്റെ സാന്നിധ്യം ആൻറ്റിക്ക് സന്തോഷമാണോ തരുന്നത്, ആൻറ്റിക്ക് സ്ട്രെസ്സാണോ തരുന്നതെന്ന് ആൻറ്റി ചിന്തിക്കാറുണ്ടോ? ഞങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന, ഞങ്ങൾക്ക് സന്തോഷം തരാത്ത ബന്ധങ്ങളിലൊന്നും പോയി നിൽക്കുകയോ അങ്ങനെയുള്ളവരോടൊക്കെ കഴിയുന്നത് സംസാരിക്കാതിരിക്കാൻ പരിശീലിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയോ കഴിഞ്ഞിട്ട് മാറുന്നു. ഈ മൊബൈൽ ഫോണെന്ന് പറയുമ്പം എന്താണത് എന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളെപ്പോലെ അറിയില്ല. ശരിക്കും മൊബൈൽ ഫോണെന്ന് ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാനുള്ള കാര്യമായിട്ടാണ് നിങ്ങളിൽ പലരും എടുക്കുന്നതെന്ന് ആ കുട്ടികൾ എന്നോട് പറഞ്ഞു. അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു പാകത പോലും മുതിർന്ന തലമുറയ്ക്കില്ല എന്നാണ് ജെൻസി പറയുന്നത്. പുതിയ കാലത്ത് തലമുറകൾക്ക് പല പേരുകളാണ്. ബേബി ബൂമേഴ്സ്, മില്ലേനിയൽസ്, ജെൻസി, ജെൻ ആൽഫ, ഇനിയിപ്പോൾ ബീറ്റ വരുന്നു എന്ന് പറയുന്നു. എനിക്ക് കുറച്ച് ജെൻസി സുഹൃത്തുക്കളുണ്ട്. നല്ല കൂട്ടുകാരാണ്, ചെറിയ പിള്ളേർ. ഇവരോടിടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ തലമുറയെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, പ്രത്യേക കാഴ്ചപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവരോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മുതിർന്ന തലമുറ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നത്? അപ്പോൾ അവർ തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് ഫാസിസത്തെക്കുറിച്ച് അത്തരം വലിയ വലിയ വാക്കുകളൊക്കെ പറയും. അതൊക്കെ രാജ്യത്തും അല്ലെങ്കിൽ സമൂഹത്തിലും വേണം എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഡെമോക്രസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം ഫാസിസ്റ്റ് മെൻറ്റാലിറ്റികൾ മനുഷ്യബന്ധങ്ങളിൽ വരുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്താ അവർ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ, ഒരു ബന്ധത്തിൽ, രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ജനാധിപത്യപരമായി പെരുമാറേണ്ടത് എന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. ഞങ്ങളതാണ് കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റേ ആളുടെ സ്പേസ് എന്താണ്, മറ്റേ ആൾക്ക് എന്താണ് ആവശ്യം, അയാളുടെ സ്വാതന്ത്ര്യം എന്താണ്, അയാളുടെ അവകാശങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളത് പരിഗണിക്കാറുണ്ടോ എന്ന് ഈ ജെൻസി പിള്ളേരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിരുന്ന് ശരിക്കും ആലോചിച്ചു, നമ്മൾ ശരിക്കും അത് പരിഗണിക്കാറുണ്ടോ? അപ്പോൾ പിന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ശരിക്കും ഈ രണ്ട് പേര് തമ്മിലുള്ള ഈ സൗഹൃദം എന്ന് പറയുമ്പം അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുമ്പം എത്രമാത്രം ശ്രദ്ധയോടെ, എത്രമാത്രം സിൻസിയറിറ്റോടു കൂടിയാണ് ആ ബന്ധത്തെ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ ആ ബന്ധത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആലോചിച്ചു. പിന്നെ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ വ്യക്തിബന്ധം അത് നിങ്ങൾക്ക് സന്തോഷമാണോ, നിങ്ങൾക്ക് സ്ട്രെസ്സാണോ തരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണെങ്കിലും ആ ബന്ധത്തിൽ പിടിച്ചു തൂങ്ങി അങ്ങ് കിടക്കും. അത് സന്തോഷം തരുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ആകെപ്പാടെ തകർക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കില്ല. അതെന്തോ ഒരു വലിയ തെറ്റായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്ര തരം സംഘർഷത്തിൽ കൂടി പോയാലും നിങ്ങൾ അതിനകത്ത് പിടിച്ചു നിൽക്കും. ഇതും ഞങ്ങൾ മുതിർന്ന തലമുറയെ കാണുന്ന ഒരു പ്രത്യേകതയാണെന്നാണ് അവർ പറഞ്ഞത് എന്നോട്. പിന്നെ അവരെന്നോട് ചോദിച്ചു, ഇപ്പം രണ്ട് പേര് നമ്മൾ തമ്മിൽ തന്നെ ഉള്ള സൗഹൃദം, ഇതിനകത്ത് എൻ്റെ സാന്നിധ്യം ആൻറ്റിക്ക് സന്തോഷമാണോ തരുന്നത്, ആൻറ്റിക്ക് സ്ട്രെസ്സാണോ തരുന്നതെന്ന് ആൻറ്റി ചിന്തിക്കാറുണ്ടോ? ഞങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന, ഞങ്ങൾക്ക് സന്തോഷം തരാത്ത ബന്ധങ്ങളിലൊന്നും പോയി നിൽക്കുകയോ അങ്ങനെയുള്ളവരോടൊക്കെ കഴിയുന്നത് സംസാരിക്കാതിരിക്കാൻ പരിശീലിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയോ കഴിഞ്ഞിട്ട് മാറുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഏത് ബന്ധത്തിനകത്തും അതിനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ജെൻസി പറയുന്ന പോലെ നമുക്ക് പറ്റാത്തടത്തുനിന്ന് ഇറങ്ങിപ്പോവാം എന്ന് ചിന്തിക്കാനുള്ള
ഒരു പിന്നെ എന്താണ് അതാണ് ശരി എന്ന് അല്ല നമ്മളുടെ തലമുറ നമ്മളോട് പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മളൊക്കെ എങ്ങനെയോ പഠിച്ച് അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇവർ പറയുന്ന ഈ പുതിയ പാഠങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സത്യമായിട്ടാണ് അവരത് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു നിഷ്ഠയാണ്. നമുക്ക് ആനന്ദം തരാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോവുക, നമുക്ക് സ്ട്രെസ്സ് തരുന്ന ഇടങ്ങളിൽ നിൽക്കാതിരിക്കുക. ഇതൊക്കെ ശീലമായി കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് സന്തോഷം വരുന്നതാണ്. പിന്നെ വേറൊരു വലിയ കാര്യം അവരെന്നോട് പറഞ്ഞു, ഈ ഫോണ് കൊണ്ട് നിങ്ങൾ എത്രമാത്രം ഞങ്ങളുടെ തലമുറയെ നിങ്ങളുടെ തലമുറ വരിഞ്ഞിടുന്നുണ്ടോ എന്നറിയുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണത്, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പം എന്താണത് എന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളെപ്പോലെ അറിയില്ല. ശരിക്കും മൊബൈൽ ഫോണൊന്ന് ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാനുള്ള കാര്യമായിട്ടാണ് നിങ്ങളിൽ പലരും എടുക്കുന്നതെന്ന് ആ കുട്ടികൾ എന്നോട് പറഞ്ഞു. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും മൊബൈൽ ഫോൺ ഒരു വസ്തു ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് 24 മണിക്കൂർ എന്ന പോലെ മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ, മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയിൽ, അയാൾക്ക് ഒറ്റയ്ക്കിരിക്കണമെന്നുള്ള നേരങ്ങളിൽ, അയാൾക്ക് അയാളുടെ സുഹൃത്തുക്കളോടിരിക്കണം എന്നുള്ള നേരങ്ങളിൽ ഒന്നും തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാ സമയത്തും അതിനകത്ത് കയറി ചെല്ലാനുള്ള ഒരു പ്രവണതയുണ്ടെന്ന് പറഞ്ഞു. അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു പാകത പോലും മുതിർന്ന തലമുറയ്ക്കില്ല എന്നാണ് ജെൻസി പറയുന്നത്. അവർ പറയുന്നത് എന്തെന്ന് വെച്ച്, ശരിക്കും എത്ര ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങളുടെ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ശരി, ആ വ്യക്തിക്ക് അയാളുടേതായ സ്പേസുണ്ട്, ആ വ്യക്തിക്ക് അയാളുടേതായ ഒരു ജീവിതമുണ്ട്. അതിനകത്ത് എത്രമാത്രം നിങ്ങൾക്ക് ഇടപെടാം എന്നുള്ളതാണ് വലിയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അയാളുടെ ജീവിതത്തെ ഈ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അയാളുടെ പേര് ഞെക്കിയാൽ അപ്പുറത്ത് ആ ഫോൺ എത്തും. പക്ഷെ അയാളിരിക്കുന്ന മാനസികാവസ്ഥകൾ, അയാൾക്ക് കടന്നു പോകുന്ന ശാരീരികാവസ്ഥകൾ, ആ അവസ്ഥകളിലെല്ലാം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട സ്വാതന്ത്ര്യം ആ സമയത്ത്, അതിനെല്ലാം ഹനിച്ചുകൊണ്ട് ഫോൺ വഴിയുള്ള ആക്രമണം എന്നാണ് ഈ കുട്ടികൾ എന്നോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആക്രമണം രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂർ എന്ന പോലെ ഒരു ആക്രമണമാണ് ശരിക്കും പറഞ്ഞാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബന്ധങ്ങളിൽ ശ്വാസം മുട്ടലുണ്ടാക്കുന്ന രീതിയിലേക്ക് മൊബൈൽ ഫോൺ പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാമാണ് പറയുന്നത്. ഏത് സമയത്തും, അതായത് 24 മണിക്കൂർ എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യ ജീവിതത്തിലും കൂടി വേണ്ടതാണ്. എപ്പോഴും നമ്മൾ കയറി ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. ഇതെന്തൊരു ശീലമാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ കോളേജിൽ പോകുമ്പോഴാണെങ്കിലും, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒക്കെ ഞങ്ങളുടെ പിന്നാലെയുള്ള ഈ ഫോൺ കോളുകൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാനായിട്ടുള്ള ഒരു ശ്രമവും നിങ്ങളുടെ തലമുറയിലുള്ളവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ തലമുറയിലുള്ളവർ നടത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനിത് ആലോചിച്ചു, നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ മുതിർന്ന തലമുറ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളല്ല ഇത്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് പുതിയ കാലത്തിൻ്റെ ഒരു പറയുന്നത്, ആ കാലത്ത് വന്ന കുറേ ചിന്തകളോ അല്ലെങ്കിൽ മറ്റു വ്യക്തിയായി സ്വതന്ത്ര വ്യക്തികളായി ഓരോരുത്തരെയും കാണാനുള്ള അവരുടെ ജെൻസിയുടെ ശീലമോ ആണ്. അത് പലരിപ്പം നമ്മളൊക്കെ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കുമ്പോൾ അവർ പറയുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും ഒരു വ്യക്തി, എന്താണ് ഒരു മനുഷ്യൻ, അയാളുടെ സ്വാതന്ത്ര്യം എന്താണ്, അയാളുടേതായ ജീവിതം എന്താണ്, അയാളുടെ സ്പേസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതത്തിലേക്ക് ജീവിക്കാൻ അനുവദിക്കാനുള്ള ബേസിക് സാധനമാണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ജെൻസിയെ കുറ്റം പറയാറുണ്ട്. ജെൻസി പല തരത്തിലും അവരവരുടേതായ സ്വാർത്ഥതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും നമ്മളെല്ലാം നമ്മുടെ ജീവിതകാലത്ത് അനുഭവിച്ച ഒരു വല്ലാത്ത ഇടുക്കം, അല്ലെങ്കിൽ ആരൊക്കെയോ ശ്വാസം മുട്ടിച്ച ഒരു ജീവിതത്തിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ പറയുന്ന ഈ അവനവനോടുള്ള അല്ലെങ്കിൽ അവളവളോടുള്ള ആ ഒരു സ്പേസിന് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ നന്നായിരിക്കും എന്ന് തോന്നി. അത് നമുക്ക് ജെൻസിയെ പിന്തുടരാൻ കഴിയുന്ന ഒരു പാഠമായിട്ടാണ് എനിക്ക് തോന്നിയത്.